Welcome to Amrithveni Live with Superstar Senior, powered by Malabar Gold and Diamonds and Lens and Frames, co-powered by Kalyan Silks and Easter. Superstar! ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം. അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറ്റിടേണമേ. അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറ്റിടേണമേ. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. ചെങ്കടലിൽ നീ അന്ന് പാത തെളിച്ചു, മരുവിൽ മർത്യർക്കു മന്ന പൊഴിച്ചു. എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി, സീനായി മാമല മുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. അപ്പൊ ദാ നമ്മളിവിടെ ക്രിസ്മസ് സെലിബ്രേഷൻസ് ഇങ്ങനെ തകർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി only 2 more days നമ്മുടെ ക്രിസ്മസിന് വേണ്ടിയിട്ട് അല്ലേ. എന്തായാലും പെട്ടെന്നല്ല ഒരു വർഷം അങ്ങ് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ എന്തായാലും കോമ്പറ്റീഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് പെർഫോമൻസിലേക്ക് പോവാം. സോൾഫുൾ ക്ലാസിക്സ് റൗണ്ട് ആണ്. പാടാൻ വരുന്നു നമ്മളുടെ സഞ്ജയ്. മുഹൂർത്തമായി സ്വസ്തി സ്വസ്തി സ്വസ്തി. സൂര്യചന്ദ്രന്മാർക്കിരിപ്പിടമാകുമെൻ രാമസാമ്രാജ്യമേ, ദേവകളേ മാമുനിമാരേ, സ്നേഹതാരങ്ങളേ, സ്വപ്നങ്ങളേ, പൂക്കളേ,
വിടയാകുമീ വേളയിൽ സ്വസ്തി സ്വസ്തി സ്വസ്തി. ത്രയംബകം വില്ലൊടിയും മംഗളദുന്ദുഭിൽ നാദവുമായി മിഥിലാപുരിയിലെ മൺകിടാവിനു രാജകലയുടെ വാമകമേകിയ കോസല രാജകുമാര സുമുഹൂർത്തമായി സ്വസ്തി സ്വസ്തി സ്വസ്തി. ആത്മനിവേദനമറിയാതെ എന്തിനിൻ മുദ്രാങ്കുലിയം വലിച്ചെറിഞ്ഞു. ആത്മനിവേദനമറിയാതെ എന്തിനിൻ മുദ്രാങ്കുലിയം വലിച്ചെറിഞ്ഞു. രാഗചൂടാമണിച്ചെങ്കോൽ തുരുമ്പിലങ്ങെന്തിനു വെറുതെ പതിച്ചു വച്ചു. കോസല രാജകുമാര എന്നെ ഞാനായി ജ്വലിപ്പിച്ചുണർത്തിയോരഗ്നിയെ പോലും അവിശ്വസിച്ചെങ്കിലും കോസല രാജകുമാര രാജകുമാര ഇന്നും അസങ്കൽപ്പ പാദപത്മങ്ങളിൽ തല ചാച്ചു വെച്ചേ ഉറങ്ങിയുള്ളൂ ഉറങ്ങിയുള്ളൂ. പിടയ്ക്കുന്ന പ്രാണൻ വിതുമ്പുന്ന ശോകാന്ത രാമായണം ദിഗന്ധങ്ങളിൽ മയങ്ങുന്നിതാശാഭാഷങ്ങൾ അധർമ്മം നടുങ്ങുന്നു മാർത്താണ്ഡ പൗരുഷം രാമശിലയായി കറുത്തു കൽപ്പാന്തവാരി. സർവം സഹയാം അമ്മേ രത്നഗർഭയാം അമ്മേ ത്രേതായുഗത്തിൻ്റെ കണ്ണുനീർമുത്തിനെ നെഞ്ചോടു ചേർത്തു ഉണർന്നെടുക്കൂ. മുഹൂർത്തമായി സ്വസ്തി സ്വസ്തി സ്വസ്തി.
സ്വസ്തി. ആനന്ദനം ദം ദദായനം ധനം ധനം ദദായ ആനം ധനം തം ധനം ദാനം തം ധനം ദാ. ആയനം ധനം ധനം ദദായ ആനം ധനം ധനം ദദായ ആനം തം ധനം ദാനം തം ധനം താ. ആയനം തനം തം തദാ ആയനം തനം തം തദാ ആനം തം ദാനം തം താ. സഞ്ജയ് സൂപ്പർ, താങ്ക് യു. ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് അതിന്റെ ഒപ്പം ഈ ഒരു ഡാൻസ് കൂടെ വന്നപ്പോ അതിമനോഹരം അല്ലേ? അപ്പൊ നമുക്ക് ആളെ ഒന്ന് പരിചയപ്പെടാം. അതെ അതെ അതെ. പറയൂ, പേരൊക്കെ പറയൂ ഞങ്ങളോട്. എന്റെ പേര് ഐശ്വര്യ ഉണ്ണികൃഷ്ണൻ. സ്ഥലം ഇവിടെ തൃപ്പൂണിത്തുറ തന്നെയാണ്. ഓക്കെ, എവിടെയാ ഡാൻസ് പഠിക്കുന്നൊക്കെ? ഞാൻ നാട്യകൽപ്പ സ്കൂൾ ഓഫ് ഡാൻസ് എന്ന് പറഞ്ഞിട്ട് സൗമ്യ ബാലഗോപാൽ മിസ്സിന്റെ അടുത്താണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ സഞ്ജയനെ സപ്പോർട്ട് ചെയ്യാൻ വന്നതില്. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ്? വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം പാട്ട് പാടുന്നതുകൊണ്ട് ഒരുപാട് അങ്ങ് ഭയങ്കര എഫേർട്ട് ഇട്ട് കളിക്കാനും പറ്റില്ലല്ലോ, അപ്പൊ അത് കുറച്ച് ടഫായിരുന്നോ? ചെറുതായിട്ട്, പക്ഷെ എന്നാലും എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റി. ആള് നല്ലപോലെ പാടി തന്നു. ശാസ്ത്രീയ സംഗീതം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ശാസ്ത്രീയ നൃത്തം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാവുന്ന ഒരു അനുഭൂതി. അതെ, അത് ഈ ഒരു പാട്ടില് അത് വളരെ അധികമായിരുന്നു എന്ന് ശരിക്കും പറയാം. കാരണം അത്ര മനോഹരമായിട്ടാണ് എനിക്ക് നിത്യ മേനനെ മാതിരി തോന്നി. ഇവിടെ നിന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. അത്ര ഭയങ്കര ക്യൂട്ടായിരുന്നു. ആദ്യം മുതൽ അവസാനം വരെ ഞാനിങ്ങനെ നോക്കിയിരുന്നു. അത്ര മനോഹരമായിട്ട് ഡാൻസ് ചെയ്തു. നമ്മുടെ ഈ ക്ലാസിക്കൽ ഡാൻസ് ഈ സമാധാനമായിട്ട് ഈ കക്കാൻ പോകുന്ന പോലെ കളിക്കുന്ന വലിയ പാടാണ്. അതെ, സത്യം വലിയ പാടാണ്. അതെനിക്ക് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ശ്വാസം മുട്ട് തോന്നി. അവര് ചവിട്ടി കളിക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ ഒരു ഫീല് കിട്ടുന്നത്. ഈ ചെക്കനടുത്ത് നമ്മുടെ ഈ സഞ്ജയ് ലീല ഭൻസാലി അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ചവിട്ടാനും വയ്യ. അതെ, അതെന്തൊക്കെയാലും വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അടിപൊളിയായിരുന്നു, ഭയങ്കര ഗ്രേസ്ഫുൾ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സഞ്ജയ്, സഞ്ജയ് ഡാൻസ് കളിക്കോ? വല്ല ആവശ്യമുണ്ടോ നിനക്ക് പാറു? ഇത് വല്ല അല്ല, ഇങ്ങനത്തെ ഒരു പാട്ടല്ലേ കമലദളം മൂവിയിലെ ഒരു പാട്ടെടുത്തപ്പോ അതില് ലാലേട്ടൻ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാ കളിക്കുന്നേ. സഞ്ജയ്, നിനക്കൊന്നും അറിയില്ലേ? അവൻ പറഞ്ഞല്ലോ പേക്കൂത്തായിരിക്കും. ക്ലാസിക്കൽ ഡാൻസ് അറിയില്ല. അറിയില്ല. ഓക്കെ, ചോദിക്കാം നമുക്ക് പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു. എം ജി സാർ. സഞ്ജയ് സാറേ നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സാർ. കാരണം മോൻ ഒരുപാട് എഫർട്ട് എടുത്തിട്ടുണ്ട്. കാരണം ഈ പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അതിന് വലിയൊരു കൈഡിയായിരുന്നു. താങ്ക് യു സാർ. ഞാൻ ഇതിനിടെ ഒരു റീലിൽ കണ്ടായിരുന്നു, മറ്റേ ഏത് പാട്ടാണെന്ന് ഓർമ്മയില്ല. സാറിനെ പെട്ടെന്ന് ആ, ഏതായിരുന്നു? മനസ്സിൽ മിഥുന മഴ. അതിന് മൃദംഗം വായിക്കുന്നു, അസലായിട്ട് വായിച്ചു. താങ്ക് യു സാർ. ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇവരെല്ലാം കൂടെ പാടി. എല്ലാരും പാടി. നല്ല രസമായിരുന്നു. അത് നല്ലൊരു റീലായിരുന്നു. ഒരു ദിവസം നമുക്ക് അതെ സഞ്ജയുടെ പെർഫോമൻസ് കാണാം. നോ, സഞ്ജയുടെ കാണണ്ടേ സാർ? നോ, എന്റെ ഒരു പാട്ടിന് സഞ്ജയ് വായിക്കണം. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ, നന്നായിരുന്നു മോനെ. ഇത് പാട്ട് ഇതിന്റെ ഈ സെലക്ഷൻ ഇപ്പം മോൻ ഈ ബേസ് പോർഷൻസ് അങ്ങോട്ട് കിട്ടുന്നില്ല. അതിപ്പോൾ എന്തോ ചെയ്യാനാ? കാരണം മേളിലൊക്കെ പോകുന്നുണ്ട്. അപ്പം ഇത് കുറച്ച് പിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര പിച്ചായി പോകും, മേളിൽ പോകത്തില്ല. അപ്പം മേളിലും വയ്യ താഴെയും വയ്യാത്തുള്ള ഒരു സിറ്റുവേഷനിലാണ് ഈ പാട്ട് നിൽക്കുന്നത്. അപ്പം ഇതിന്റെ സെലക്ഷൻ വേണമെങ്കിൽ വേറൊരു പാട്ട് എടുക്കാമായിരുന്നു. ഇതിനകത്ത് ഇപ്പോൾ ബേസിക് ആയിട്ട് ഉണ്ടായിരിക്കുന്ന ഒരൊറ്റ പ്രശ്നം ഇത് മാത്രമേ ഉള്ളൂ. ഈ താഴെ പോകുമ്പോൾ ഉണ്ടല്ലോ ത്രയം, ആ ശ്രുതി എത്ര? ത്രയംബകം പസനിരി, ആ ഒരു സ്ഥലങ്ങൾ ഒരുപാട് സ്ഥലത്ത് സ്വസ്തിയിൽ വരുന്നത്. സ്വസ്തി സ്വസ്തി, അവിടെയൊക്കെ എല്ലായിടത്തും ഈ ഒരു താഴത്തെ പോർഷൻസ് വരുന്നുണ്ട്. മോൻ അത് പാടുമ്പോഴത്തേക്കും കൊണ്ട് രജിസ്റ്റർ ആവുന്നില്ല, അങ്ങോട്ട് ഇടിച്ച് നിൽക്കുന്നില്ല. പിന്നെ രാജകുമാര എന്ന് പറഞ്ഞൊരു പോർഷൻ, പിന്നെ തലചായ്ച്ച് വെച്ച് ഉറങ്ങിയുള്ളൂ, അവിടെയൊക്കെ ഒരു ചെറിയ ഇതുണ്ട്. ഇറ്റ്സ് എ വെരി ഗുഡ് ആർട്ടിസ്റ്റ്. കാരണം ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ നമുക്ക് പോകണ്ടേ സാധനം,
പാസാനേരേ നിപഗ പനിസ. ആ റേഞ്ചില്ല, മേലോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇതിപ്പം ത്രയംബകം എന്ന് പാടിക്കഴിഞ്ഞാൽ മോന് കറക്റ്റ് ആയിരിക്കും. പക്ഷെ മേളിൽ പ്രശ്നവും ഇല്ലേ? ആണോ? ആ പോർഷൻ ഒന്ന് നോക്കിക്കോ കേട്ടോ. എന്തായാലും നന്നായിട്ട് പാട്ടൊക്കെ കൊള്ളായിരുന്നു. ഈ ഒരു സ്ഥലമാണ് എനിക്ക് ആകെപ്പാടെ എല്ലാം ഈ താഴെ പാടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, അത്രേ എനിക്ക് തോന്നിയുള്ളൂ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ശരത് സർ. സഞ്ജയ് ലീല ഭൻസാലി സാറേ പിന്നെ നല്ല ജ്ഞാനസ്ഥനാണ് നീ, അതിൽ നമുക്ക് ഒന്നും ഒരു സംശയവുമില്ല കേട്ടോ. ഇപ്പൊ സംഭവിച്ചത് ബേസിക് ആയിട്ടുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ബേസ് ഒക്കെ സിക്കായിരുന്നു. ലോ പോർഷൻ വലിയ കഷ്ടപ്പാടായിരുന്നു കുഞ്ഞിന് പാടാൻ. അത് കുഴപ്പമില്ല കേട്ടോ, അത് എല്ലാവർക്കും അങ്ങനെ അത്ര ഭീകരമായിട്ടുള്ള ലോ വേണമെന്നൊന്നുമില്ല. സഞ്ജയ് മോനെ, നിന്നെ കൊണ്ട് ബെസ്റ്റായിട്ട് പാടാൻ പറ്റിയ എല്ലാ റേഞ്ചും കവർ ചെയ്യാൻ പറ്റിയ ഒരു പാട്ട് വേണം എടുത്തോണ്ട് വരാൻ. കാര്യം സ്കോർ ചെയ്യണ്ടേ. ഇതിപ്പം നമ്മൾ ഈ ലോ പോർഷൻ കേട്ടിട്ടില്ല, എന്താ നീ പാടിയെന്ന് അറിഞ്ഞുകൂടാത്തൊരവസ്ഥയുണ്ട്. നല്ല ജ്ഞാനസ്ഥനാണ്, അതിലൊന്നും ഒരു ഡൗട്ടും ഇല്ല. ഉഗ്ര ഒരു ചക്കരയാണ് നീ കേട്ടോ. ഒന്ന് നോക്കണം, അടുത്ത വട്ടം വരുമ്പോൾ കൃത്യമായിട്ടുള്ള നമുക്ക് എല്ലാം കേൾക്കണം, എല്ലാം പാടാൻ കഴിയണം നമുക്ക് കേട്ടോ. അപ്പം അതേ ഉള്ളു. പിന്നെ ഈ സൂര്യചന്ദ്രൻ ഇത്രയും മൈക്ക് അടുത്ത് പിടിച്ച ചന്ദ്രന്മാരെന്താ കേട്ടത് ഞാൻ. അത് കുറച്ച് ദൂരെ വെച്ചെന്ന് പാടാമോ? സൂര്യചന്ദ്രൻ മതി സൂര്യചന്ദ്രന്മാർക്ക് സൂര്യ എന്നല്ലേ സൂര്യ എന്ന് കേൾക്കുമോ വെച്ച് ഇതിനകത്ത് ഊതിയാല്? ഈ ത്രയംബകമൊക്കെ കേൾക്കാതിരുന്ന അതാണ്. ഈ ലോ പോർഷനാണ് നമ്മൾ നോട്ട് ചെയ്തേക്കുന്നതൊക്കെ. കിടന്ന് കഷ്ടപ്പെട്ടു എന്നുള്ളത്, ബാക്കി എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. ഇനി ഈ അടുത്ത തവണ വരുമ്പം സെലക്ഷൻ, ഇത് ഉഗ്രം പാട്ടാണ്, പക്ഷെ നമ്മുടെ റേഞ്ചിന് പറ്റുന്നില്ലെന്നേ ഉള്ളൂ. അപ്പം ചക്കരെ ലവ് യുടാ. എന്തെങ്കിലും നിന്റെ പേക്കൂത്തൊന്ന് എനിക്ക് കാണണമെന്നുണ്ട്. പറ്റുമോ? ചെയ്യാൻ പറ്റുമോ? മടക്കി കുത്തിക്കോ. അല്ല, അധികമൊന്നും ചെയ്യാൻ പോണില്ല പാവം. കാരണം കുറച്ച് മതി കേട്ടോ. ഞാൻ പേക്കൂത്തെന്ന് പറയാം. ഏതാ കുത്തുപാട്ടാണോ വേണ്ടത്? ഏതെങ്കിലും ഇതിലേ മധുചന്ദ്രികയേ ഇവരിൽ മധുരം മതിയേടിമാനത്തമ്മാനമാടാൻ മൈനേ ചെല്ലാതടി തമ്പ്രാന്റെ കൈയിൽ എന്താണ് പെണ്ണെ പൊന്നാട വാങ്ങാൻ വയ്യാതടി. ചക്കരെ എടാ സൂപ്പറായിട്ടുണ്ട്. വണ്ടർഫുൾ. എന്താ എനർജി! സൂപ്പർ. എനിക്ക് അതിലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയാം, ആദ്യത്തെ തച്ചുകൊടുക്കാനൊരു ശ്രമം നടത്തിയില്ലേ, അത് എവിടം വരെ പൊക്കി. സൂപ്പറായിട്ടുണ്ട്. നമുക്ക് ഡാൻസ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. വൈറലാവും കണ്ടോ. ഓക്കെ, താങ്ക് യു ശരത് സാർ, അതിനൊരു ഓപ്പർച്യൂണിറ്റി തന്നു. വണ്ടർഫുൾ ഡാൻസ്. സമ്മതിച്ചു ചേച്ചി. സഞ്ജയ്, നിന്റെ ലീലകൾ ഭൻസാലിയായിരുന്നു. അടിപൊളി. എന്താണ് ഇത്രയും നേരത്തെ ഗോപികയൊക്കെ നിന്ന് അടങ്ങി നിന്ന് പാടിയ മനുഷ്യനാണോ ഇങ്ങനെ പാടുന്നത് ചിന്തിച്ചു പോവും പെട്ടെന്ന്. അത് ആ പേക്കൂത്ത് വളരെ കറക്റ്റ് ആയിരുന്നു. അതെ, പക്ഷെ അത് രസം ഉണ്ടായിരുന്നു, ഒരു എനർജി ഉണ്ടായിരുന്നു. ഭയങ്കര എനർജി. അതെ സഞ്ജയ്, ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ. എന്ത് മനോഹരമായിട്ടാണ് പാടിയത്. അത് നമ്മുടെ ഓർക്കസ്ട്ര സൂപ്പറായിട്ട് വായിച്ചു. എനിക്ക് ആ ശംഖ്, അതിൻ്റെ ഇടയിൽ ഒരു ശംഖിൻ്റെ ടോണ് വന്നപ്പം മൈൻഡ് ബ്ലോയിങ്. അതൊരു വല്ലാത്തൊരു ഫീല് തന്നെയായിരുന്നു. ബ്യൂട്ടിഫുൾ. അപ്പം അങ്ങനത്തെ ഒരു സോങ് സെലക്ഷന് 100 മാർക്ക്. പക്ഷെ മോന് ഈ സോങ് സെലക്ഷൻ ശരിയായിരുന്നോ എന്ന് ചോദിച്ചാൽ അത് ഒന്ന് ഡൗട്ട്ഫുൾ ആണ്. ഇതൊക്കെ നമുക്ക് പാടാം, സ്റ്റേജിൽ നമ്മുടെ ആഗ്രഹം തീർക്കാൻ നമുക്ക് പാടാം. പക്ഷെ ഒരു കോമ്പറ്റീഷൻ വേദിയാവുമ്പോൾ അത് ചില കാര്യങ്ങൾ കുറച്ചൊന്ന് സ്മാർട്ട് സെലക്ഷൻ ആവാം. കാരണം ഈ ലോ പോർഷൻസ് വല്ലാണ്ട് അത് നമുക്കത് ഫീൽ ചെയ്യാം, അവിടെ ഒരു ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യാം. ഇതിന് മുന്നേ പാടിയ പാട്ടുകളും ബുദ്ധിമുട്ടുള്ള പാട്ടുകൾ തന്നെയാണ്. പക്ഷേ ഈ ലോ റേഞ്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതൊന്ന് വർക്ക് ചെയ്താൽ മാത്രമേ ശരിയാവുള്ളൂ. പിന്നെ ഈ മൈക്ക് പ്ലേസ്മെൻറ്റ് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. റെക്കോർഡ് ചെയ്ത് കേൾക്കുക. അവനവൻ പാടുന്നത് റെക്കോർഡ് ചെയ്യുക, കേൾക്കുക, എങ്ങനെയുണ്ട്
പഴയ പോലെയല്ലേ, ഇപ്പൊ എല്ലാം ഹൈടെക് സംഭവങ്ങളില്ലേ എല്ലാവർക്കും. ഇതൊക്കെ നിഷ്പ്രയാസം വീട്ടിൽ ചെയ്ത് നോക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് റെക്കോർഡ് ചെയ്ത് കേട്ടിട്ട് എങ്ങനെയുണ്ട് ക്ലാരിറ്റി ചെക്ക് ചെയ്യാം. ഓക്കെ, അത് മാത്രമേ എനിക്ക് ഇതിൽ തോന്നിയുള്ളൂ. അതർവൈസ് യു ആർ എ ഫാന്റാസ്റ്റിക് സിംഗർ ആൻഡ് എ ഫാന്റാസ്റ്റിക് ഡാൻസർ. അതെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. സഞ്ജയ്, മാർക്ക് ചോദിക്കാം. MG സർ. സഞ്ജയ് 8.6. താങ്ക് യു സർ. ശരത് സർ. സഞ്ജയ്, ഞാനൊരു ബാലമുരളി സാറിന്റെ വർണ്ണം പാടി നീ മൃദംഗം വായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതും നമുക്ക് സാധിക്കാം. അതുകൊണ്ട് ഇത് വേറൊന്നിനുമല്ല, നീ പാടിയതിന് നമ്മൾ മാർക്കേ ഇല്ല, നിന്റെ ഡാൻസിനാണ്. ഓക്കെ, താങ്ക് യു സർ. ചേച്ചി. സഞ്ജയ്, മോനെ ഈ പെർഫോമൻസിന് 8.6. താങ്ക് യു ചേച്ചി. ഓക്കെ, സോ ടോട്ടൽ 17.2. യെസ്. അപ്പൊ സഞ്ജയ് ഓൾറെഡി 2 പ്രോഗ്രാം ബുക്കിംഗ് കിട്ടിയിട്ടുണ്ട്. അടുത്ത പ്രോഗ്രാംസ് വഴിയേ വരും. ഓക്കെ, ഡാൻസ് ആയിരിക്കും, പാട്ടായിരിക്കില്ല. ഇല്ല അല്ലേ? എന്താണെങ്കിലും നമുക്കത് കാണണം. വെയിറ്റിംഗ് ആണ് നമ്മൾ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അങ്ങനെ സഞ്ജയുടെ ഒരു കിടുക്കാച്ചി പെർഫോമൻസ് ആണ് നമ്മളിപ്പോ കണ്ടത്. അവന്റെ പാട്ടും ഡാൻസും അടിപൊളിയായിരുന്നു. അടുത്തത് നമുക്ക് റൊമാൻറ്റിക് മാസ്റ്റർ റൗണ്ടിലേക്ക് പോവാം. രാജാ സാറിന്റെ പാട്ട് പാടാൻ വരുന്നു അശ്വിൻ. പനി വീഴും മലർവനം ഉൻ പാർവൈയൊരുവരം, പനി വീഴും മലർവനം ഉൻ പാർവൈയൊരുവരം, ഇനിവരും മുനിവരും തടുമാറും കനിമരം, പനി വീഴും മലർവനം ഉൻ പാർവൈയൊരുവരം, പനി വീഴും മലർവനം ഉൻ പാർവൈയൊരുവരം, ഇനിവരും മുനിവരും തടുമാറും കനിമരം, ഇനിവരും മുനിവരും തടുമാറും കനിമരം, പനി വീഴും മലർവനം ഉൻ പാർവൈയൊരുവരം. சேலை மூடும் இளஞ்சோலை, மாலை சூடும் மலர் மாலை, சேலை மூடும் இளஞ்சோலை, மாலை சூடும் மலர் மாலை, 20 நிலவுகள் நகமெங்கும் மொழிவிடும், இளமையின் கனவுகள் விழியோரம் துளிர்விடும், கைகளிடை தனில் எளிகையில் இடைவெளி குறைகையில் எரியும் விளக்கு சிரித்து கண்கள் மூடும், பனி வீழும் மலர்வனம் உன் பார்வை ஒருவரம், பனி வீழும் மலர்வனம் உன் பார்வை ஒருவரம், இனிவரும் முனிவரும் தடுமாறும் கனிமரம், இனிவரும் முனிவரும் தடுமாறும் கனிமரம். காமன் கோவில் சிறைவாசம், காலை எழுந்தால் பரியாசம், காமன் கோவில் சிறைவாசம், காலை எழுந்தால் பரிகாசம்,
இடமாறும் இதயமே வியர்வையின் மழையிலே பயிராகும் பருவமே ஆடும் இலைகளில் வழிகிற நில ஒளி இருவிழி மழையில் நனைந்து மகிழும் வானம் பாடி பனி வீழும் மலர்வனம் உன் பார்வை ஒருவரம் பனி வீழும் மலர்வனம் உன் பார்வை ஒருவரம் இனிவரும் முனிவரும் தடுமாறும் கனிமரம் இனிவரும் முனிவரும் தடுமாறும் கனிமரம் பனி வீழும் மலர்வனம் பனி வீழும் மலர்வனம் பனி வீழும் மலர்வனம். സൂപ്പർ. നൈസ്. അശ്വിൻ സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. ഭയങ്കര സിമ്പിൾ ആയിട്ട് നിന്നങ്ങ് പാടിയല്ലോ. അങ്ങനെ ടെൻഷൻ ഒന്നും ഇല്ലായിരുന്നു. ഭയങ്കര കൂളായിട്ട് പാടിയില്ലേ? ഭയങ്കര ഇഷ്ടമായി പാട്ട്. അപ്പൊ ആ ഒരു പാടി. ഓക്കെ, ചോദിക്കാം നമുക്ക്. MG സാർ. അശ്വിൻ കുട്ടാ സാർ, നല്ല പാട്ട് കേട്ടോ. കാരണം രാജാ സാറിന്റെ പാട്ട് പകുതി രക്ഷിക്കും നമ്മളെ, അല്ലേ? നമ്മൾ രാജാ സാറിന്റെ പാട്ട് എടുത്തു കഴിഞ്ഞാല് ആൾക്കാർക്ക് പകുതി ആ പാട്ടിനോടുള്ള പ്രേമം കൊണ്ട് 50% കിട്ടും. ബാക്കി 50% പാടിയാൽ മതി. നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സാർ. രസമുണ്ടായിരുന്നു. ഇതിനകത്ത് ബേസിക് ആയിട്ട് 1-2 കാര്യങ്ങൾ അറിയേണ്ടത്. ഇത് SPB സാറ് പാടിയ ഒരു പാട്ടാണ്. അപ്പൊ ആ SPB സാറ് പാടുമ്പോൾ അതിനകത്തൊരു എല്ലാ വരികൾക്കും എനിക്ക് പണ്ട് ഏത് പാട്ട് പാടുമ്പോഴാണെന്ന് എനിക്കറിഞ്ഞു. എനിക്ക് ആറ്റിറമ്പിലെ കൊമ്പില് അത് പാടുമ്പോഴത്തേക്ക് രാജാ സാർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, നിങ്ങൾ പാടുന്നതൊക്കെ കറക്റ്റാണ്, പക്ഷെ എല്ലാത്തിനും ഒരു ആ താളത്തിന് അനുസൃതമായിട്ടുള്ള ഒരു കിക്ക് വോയിസിൽ കൊടുക്കണം. ഇപ്പം ആറ്റിറമ്പിലെ കൊമ്പിലെ തത്തമ്മ അങ്ങനെ അല്ല, ആറ്റിറമ്പിലെ കൊമ്പിലെ ത കിഞ്ചിഞ്ചും ത കിഞ്ചിഞ്ചും ആറ്റിറമ്പിലെ കൊമ്പിലെ തത്തമ്മേ കളി തത്തമ്മേ മിണ്ടാതെ അവിടെ മെലഡി വരും. എന്ന് പറഞ്ഞ പോലെ ആ ഒരു ഓപ്പൺനെസ് പിന്നെ ഈ ഒരു ടൈറ്റ്നെസ് ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടെ നന്നായിരുന്നേനെ. പാട്ട് കൃത്യമായിട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ശകലം സ്ഥലങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. എന്നാലും ടോട്ടലി നന്നായിരുന്നു. പക്ഷെ ഈ ഒരു സംഭവം ഇതിനകത്ത് കൊണ്ടുവരണം. പിന്നെ അദ്ദേഹം ചിരിച്ചിരിക്കുന്ന ഒരു ചിരിയൊക്കെ ഉണ്ട്. അതൊക്കെ ചിന്തിക്കാൻ പറ്റില്ല നമുക്കൊന്നും. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത സ്ഥലത്താണ് SPB സാർ ഈ സംഗതിയൊക്കെ ഇടുന്നത്. ചിരിയും അതുപോലെ ആഹാ എന്നൊക്കെ പറയുന്നത് ഒരു രക്ഷ. ഞാൻ അദ്ദേഹത്തിനെ കണ്ടാണ് ഞാൻ പഠിച്ചത്. കാരണം ഈ എക്സ്പ്രഷൻ പല പാട്ടുകൾക്ക് ഇപ്പം ആഹാ മനോരഞ്ജനി ആയാലും വേറെ ഏത് അടിപൊളി പാട്ടായാലും അതിനകത്ത് എക്സ്പ്രഷൻസ് എവിടെ ഇടണമെന്നുള്ളത് അദ്ദേഹത്തിനെ കണ്ടാണ് ഞാൻ പഠിച്ചത്. കാരണം അത്രയ്ക്ക് ബ്രില്യൻ്റ് ആണ്. കൂട്ടിപ്പട്ടണം പൊട്ടിക്കെട്ടണം സൊന്നാവാട എങ്കക്കട്ടളി സെങ്കക്കട്ടളി അതിൽ സുമ്മാരിടാ ഈ ലാസ്റ്റിൽ നിൽക്കുന്നവരെ റിഹേഴ്സൽ എടുക്കുന്നവരോ ഒന്നുമില്ല. പാടി തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് പറ്റുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഓരോ നമ്പർ ഇടുക. അപ്പൊ ഞാൻ അതേ ശ്രദ്ധിച്ചോണ്ടിരുന്ന എന്റെ പാട്ട് പോകും. പിന്നെ ലാസ്റ്റിലെല്ലാം പാട്ട് നിന്ന് കഴിഞ്ഞപ്പം ഒരു ചിരി. അതും കൂടെ കേട്ടപ്പോൾ നമ്മൾ ചിരിക്കാൻ പറ്റുമോ? അതുമില്ല, ടേക്കല്ലേ. നമ്മളിങ്ങനെ പിടിച്ച് നിന്നിട്ട് ഓക്കേ എന്ന് പറയുമ്പോഴാണ് നമ്മൾ എന്ന് ചിരിക്കുന്നത്. ഒരു രക്ഷയില്ല അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ആ സ്റ്റൈല്, ആ താളം, റിത്തമാറ്റിക് ആയിട്ടുള്ള മൂവ്മെന്റ്സ് പാട്ടിലൂടെ അതൊന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നന്നായിരിക്കും. ഇത്രയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ടോട്ടലി നന്നായിരുന്നു കേട്ടോ. മോനെ ഈ ഒരു പാട്ടിന്റെ ജോണർ ഒന്ന് മനസ്സിലാക്കി പാടിക്കും. നല്ല പാട്ടുകാരനാണ്, എല്ലാം കയ്യിലുണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് മനസ്സിലാക്കിയുള്ളൂ. ഓക്കെ സർ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. സർ ചക്കരേ സാർ, ഉഗ്രം പാട്ട് സെലക്ഷൻ ഇടാ. താങ്ക് യു സാർ. അസാധ്യ ഒരു കോമ്പസിഷനാണ്. ഞാനൊക്കെ ഇവിടുന്ന് ചെന്നൈ പോകുന്നതിന് മുമ്പുള്ള പാട്ട്. പഴയത് ആ കാലത്ത് അദ്ദേഹം ഇങ്ങനെയൊക്കെ ചിന്തിച്ചേക്കുന്നു. അപ്പൊ അത് പറയാതിരിക്കാൻ വയ്യ. ഇത് മോനെ എനിക്ക് ആകെ തോന്നിയത് കുറച്ച് ഡ്രഗിയാണ് ഈ ഒരു കോമ്പസിഷൻ. കാരണം അതാണ് അത് ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പൊ മോനെ അത് ഉൾക്കൊള്ളണം. അതിനകത്തൊരു സൂചിപ്പിക്കുന്ന സംഗതികളോ ഒന്നും ആവശ്യമില്ല. തരനാനും കനിമരം മതി, അത്രേ ഉള്ളൂ. പനി വീഴും മലർവനം ഉൻ പാർവൈ ഒരു വരം പനി വീഴും മലർവനം ഉൻ പാർവൈ ഒരു വരം ഇനി വരും മുനി വരും തടുമാറും കനിമരം ഹേ ഹേ ഇനി വരും മുനി വരും തടുമാറും കനിമരം പനി വീഴും മലർവനം പനി വീഴും മലർവനം പനി വീഴും മലർവനം. അപ്പൊ അതിനൊരു ചിങ്കുചാല അത് വേണം. അതാണ് ഈ പാട്ട് ഡിമാൻഡ് ചെയ്യുന്നത്. അല്ലാതെ ഒരു സംഗതി ഇതൊന്നും പാടിയാൽ രാജാ സാറിന് ഇഷ്ടപ്പെടുത്തുമില്ല കേട്ടോ. കാരണം അസാധ്യ കോമ്പസിഷനാണ്, പറയാതിരിക്കാൻ വയ്യ. ഞാൻ പറഞ്ഞ മനസ്സിലായോ?
മതി. കാമൻ കോമൻ സീരൈവാസം. കാമൻ ഒന്ന് പാടാമോ? കാമൻ കോവിൽ അമ്മനെ ആ ഗ്ലൈഡ് പതുക്കെ പാടാ. എന്തിനാ നേരത്തെ? കാമൻ കോവിൽ സീരൈവാസം 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 കട്ട് ചെയ്യ്. സീരൈവാസം മതി. കാലേ എഴുந்தாൽ 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 കാലേ എഴുந்தாൽ പരിഹാസം. ഏതോ ഒരു സംഗതി പാടില്ല എൻ്റെ ഇടയ്ക്ക് അവിടെ. കാലേ എഴുந்தாൽ പരിഹാസം. അത് വേണ്ട. മോർ ഓഫ് അതാണ്. ആടുമിലകളിൽ വഴികിற നിലവുളി ഇരുവിഴി മഴയിൽ നനൈந்த മകിഴുവാനം പാടി വനി വീഴും മലർവനം. മതി, അതല്ല വേണ്ടത്. അപ്പൊ അത് മോറഫ് ആ പാട്ടിലേക്ക് ഇറങ്ങുക, കുറേ കൂടെ നന്നാവും. ആടും ഇലകളിൽ വഴിഹിറ, കേട്ടോ, അത് ലിറിക്ക് ഒന്നുകൂടെ അത്രേ ഉള്ളൂ മോനെ, അത്രേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഇതാണ് മിസ് ചെയ്തത്. ഒരു കിക്ക് ഉണ്ട് ഈ പാട്ടിന്. അപ്പൊ അത് മിസ് ചെയ്തു കേട്ടോ. അത് മാത്രം നോക്കിയോളൂ. പക്ഷെ ഈ അറ്റംപ്റ്റ് ഡെഫിനറ്റ് ആയിട്ട് ഞങ്ങൾ അതിനെ പ്രശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. ചേച്ചി അശ്വിൻ സുന്ദര കുട്ട, നല്ല ഷൂസ്, ഐ ലൈക്ക് ഇറ്റ്. ഒരു വെറൈറ്റി കളർ. അതെന്താ അത്? മിക്സ്ഡ് ഷെയ്ഡ്. ഫ്ലൂറസെന്റ് ഗ്രീൻ. ഓ ആണല്ലേ. വാച്ച് ഓറഞ്ചും. ഫുൾ ഫ്രീക്കാണ് മൊത്തത്തില്. എന്തായാലും മോനെ പൂക്കി നന്നായിരുന്നു. എനിക്കിഷ്ടമായി പാടിയത്. സത്യം പറയാലോ, ഞാൻ അശ്വിൻ്റെ ഇതിന് മുന്നേയുള്ള പെർഫോമൻസസ് ഒക്കെ ആലോചിച്ച് ഇങ്ങനെ വരുമ്പോൾ ഇത് വളരെ മികച്ച ഒരു പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നിയത്. നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. വോയിസിൻ്റെ ത്രോ നന്നായിട്ടുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് ഈ പാട്ട് കേട്ടപ്പോൾ ഒരു ന്യൂജൻ സിംഗർ എന്നുള്ള രീതിയിൽ മോനെ ഒരുപാട് ഇംപ്രൊവൈസേഷൻസ് ചെയ്യാനുള്ള കഴിവ് ഞാൻ കാണുന്നു ഈ പാട്ടിലൂടെ. പല രീതിയിലും പല വിധത്തിലും ആ പാട്ടിനൊരു സ്വീറ്റ്നെസ് കൊടുത്തുകൊണ്ട് മോൻ പാടിയിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടും ഒരുപാട് ക്രിയേറ്റിവിറ്റി തലയ്ക്കകത്ത് ഉള്ള ഒരാളാണ്. ഇതിൻ്റെ അകത്ത് എനിക്കൊരു സ്ട്രെയിൻ ഒന്നും തോന്നിയില്ല. അതങ്ങ് ആസ്വദിച്ച് ഒരുപാട് പ്രാവശ്യം പാടി പ്രാക്ടീസ് ചെയ്ത പോലെ തന്നെ ഫീൽ ചെയ്തു. ആണോ? നല്ലോണം പ്രാക്ടീസ് ചെയ്തു. ഇഷ്ടമുള്ള പാട്ടല്ലേ ഇത്? ആരാ സെലക്ട് ചെയ്തത്? വീട്ടുകാര്. ഇതെന്താ പെണ്ണ് കാണാൻ പോകണോ? ഒരു കൺഫ്യൂഷൻ അവിടെ. ആര് സെലക്ട് ചെയ്തത്? പാട്ടൊക്കെ വീട്ടുകാരെ കൊണ്ട് സെലക്ട് ചെയ്യിക്കും. ഒരു സീരിയസ് ആയിട്ട് ഒരു ഘട്ടം വരുമ്പം അവൻ തന്നെ സെലക്ട് ചെയ്യും. ആരെ സെലക്ട് ചെയ്ത്? സത്യം പറ. അച്ഛനൊരു വലിയ കൈഡി. നന്നായി, നല്ല സോങ് സെലക്ഷൻ. നമുക്കൊക്കെ എപ്പോഴും ഈ സ്റ്റേജിൽ ഒരു പെപ്പി നമ്പർ ആയിട്ട് നിൽക്കുന്ന ഒരു പാട്ടാണ് ഇത്. ക്ലാസിക് സോങ്സിൽ വരുന്നതാണ്, എന്നാലും ഒരു റിതം കൊണ്ടുവരാൻ സ്റ്റേജിൽ എപ്പോഴും നല്ലൊരു സോങ് സെലക്ഷൻ ആണ്. നന്നായി പാടി. അപ്പോൾ ഈ ചെറിയ കാര്യങ്ങൾ, ഓഫ് കോഴ്സ് ഈ പ്രായം എത്രയായി? 18 വയസ്സ്, അത്രേ ഉള്ളൂ. അല്ല, ഇനി കുഞ്ഞു കുട്ടിയാണ്. അപ്പൊ ആ ഒരു കുറച്ചുകൂടി ഡെവലപ്മെന്റ് വരാനുണ്ട് സിംഗിങ് വൈസ്. അത് വരും, അത് പ്രായത്തിലാണ്. പക്ഷെ ഇന്ന് പാടിയത് നന്നായി പാടി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗോഡ് ബ്ലെസ് യു ഡാർലിംഗ്. താങ്ക് യു ചേച്ചി. ഓക്കെ അശ്വിൻ, മാച്ച് ചോദിക്കാം. MG sir 8.7. താങ്ക് യു സർ. താങ്ക് യു സർ. ശരത് സർ. ഓക്കെ, താങ്ക് യു സർ. ചേച്ചി? അശ്വിൻ, എനിക്ക് സത്യത്തിൽ ഇഷ്ടപ്പെട്ടു പെർഫോമൻസ്. ഞാൻ ഐ ഗിവ് 8.9. താങ്ക് യു. ഓക്കെ, സോ ടോട്ടൽ 17.6. അടുത്തതായി സോൾഫുൾ ക്ലാസിക്സ് റൗണ്ട് ആണ്. പാടാൻ വരുന്നു നമ്മളുടെ ഹനക്കുട്ടി.
വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ കളിയാടി നിൽക്കും കദനം നിറയും യമുനാ നദിയാൽ മിഴിനീർ വഴിയും വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാൽ ഓർമ്മകളിൽ ശ്യാമവർണ്ണൻ പണ്ടു നിന്നെ കണ്ട നാളിൽ പീലി നീർത്തേ മാനസം പണ്ടു നിന്നെ കണ്ട നാളിൽ പീലി നീർത്തേ മാനസം മന്ദഹാസം ചന്ദനമായി മന്ദഹാസം ചന്ദനമായി ഹൃദയരമണ ഇന്നിന്റെ വനിയിൽ കൊഴിഞ്ഞു പുഷ്പങ്ങൾ ജീവന്റെ താളങ്ങൾ വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാലോർമകൾ ശ്യാമവർണ്ണൻ അന്നു നീ എൻ മുന്നിൽ വന്നു പൂവണിഞ്ഞു ജീവിതം അന്നു നീ എൻ മുന്നിൽ വന്നു പൂവണിഞ്ഞു ജീവിതം തേൻകിനാക്കൾ നന്ദനമായി തേൻകിനാക്കൾ നന്ദനമായി ഹൃദയരമണ ഇന്നിന്റെ വനിയിൽ കൊഴിഞ്ഞു പുഷ്പങ്ങൾ ജീവന്റെ താളങ്ങൾ വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ കളിയാടി നിൽക്കും കദനം നിറയും യമുനാ നദിയായി മിഴിനീർ വഴിയും വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ ഗുഡ് ഗുഡ് വെരി ഗുഡ്. ഹനക്കുട്ടി ഓ എന്തൊക്കെയുണ്ട്? സുഖം സുഖാണോ? സുഖം. സുഖം ഓക്കെ, ചോദിക്കാം നമുക്ക്. മഞ്ജരി ചേച്ചി. ഹനപ്പെണ്ണേ, ഓ സുന്ദരിമണി, ഓ നന്നായി പാടി. താങ്ക് യു മാം. ഡീറ്റെയിൽസ് പറയൂ. ഇത് മഴ എന്ന് പറയുന്ന മൂവിയിലെയാണ്. ഓക്കെ. രവീന്ദ്രൻ മാസ്റ്റർ ആണ്
മ്യൂസിക് ചെയ്തത്. ഓക്കെ യൂസഫ് അലി കേച്ചേരി സാറാണ് ലിറിക്സ് എഴുതിയത്. ചിത്രാമ്മയാണ് പാടിയത്. ഓക്കെ. ആ മോള് ഇത് കുറച്ചുകൂടി നല്ലോണം പഠിക്കണം കേട്ടോ. കാരണം ഇതിൻ്റെ അകത്ത് ചെറിയ 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 പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. അത് തുടക്കത്തിലുള്ള മോള് ഒരുപാട് ഇത്തരത്തിലുള്ള പാട്ടുകൾ പാടിയിട്ടില്ല അല്ലേ? സംഗതികൾ ഒരുപാടുള്ള പാട്ടുകളൊക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഇതൊരു ഹിന്ദുസ്ഥാനി ശൈലിയിലുള്ള ഒരു പാട്ടാണ്, രവീന്ദ്ര മാഷ് ചെയ്തൊരു പാട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ അതുപോലത്തെ സംഗതികളും കാര്യങ്ങളും സഞ്ചാരങ്ങളും പോയിട്ടുണ്ട്. മോൾക്ക് അത് മനസ്സിലാക്കി എടുക്കാൻ കുറച്ചുകൂടി ഒരു ടൈം വേണം. ഇപ്പൊ പഠിച്ചതൊക്കെ മോളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പാടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരു ഫീലിംഗ്, ഹന ഇത് കുറച്ചുകൂടെ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ഡു മച്ച് ബെറ്റർ അല്ലേ? എനിക്കിതില് അവിടെ ഇവിടെയൊക്കെ ഇത് ഞാൻ ഓരോന്നായിട്ട് എടുത്ത് പറയുന്നില്ല. ആദ്യത്തെ ഹമ്മിങ് അവിടെ ചെറിയ രീതിയിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ സംഗതികൾ വരുമ്പോൾ ആ സംഗതികളുടെ ക്ലാരിറ്റി കുറച്ചുകൂടി ആവാം. പിന്നെ ഒരു സംഗതി മിസ് ചെയ്തോ, ഒരു റൺസ് പോകുന്നില്ലേ അതില്? അവസാനം ഒരു സംഗതി ഇല്ലേ, യമുന യമുന നദി, അത് പാടിയില്ലല്ലോ. ഇങ്ങനൊരു സംഗതി ഉണ്ടല്ലോ ഇതില്. അത് ഓക്കെ മോള്, അത് പാടി മോള്. ഇങ്ങനൊരു സംഗതി ഇല്ലേ? യമുനയ്ക്ക് അങ്ങനെ സംഗതി ഇല്ല. എന്നാ അങ്ങനെ ഒന്നുകൂടെ ഒന്ന് പോയി കേട്ടു നോക്കോളൂ. കുട്ടി അങ്ങനെ അഭിപ്രായപ്പെടുന്നു. അതല്ല, കേട്ടപ്പം ഇല്ലായിരുന്നു. മോൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കൂ. ഇതിനകത്ത് അതേപോലെ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ സംഗതികൾ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി ആവാമായിരുന്നു എന്ന് എനിക്ക് ജെനുവിനായിട്ട് തോന്നുന്നു. അത് കുറച്ചുകൂടെ സമയമെടുത്ത് പാടേണ്ട ഒരു പാട്ടാണിത്. മോളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മോൾ അതൊരു ബേസിക് ഒരു ട്യൂൺ പോലെയാണ് ഇപ്പോൾ പാടിയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് കുറേ കുണുക്കുകളും സാധനങ്ങളും ഒക്കെ വരാനുണ്ട്. അപ്പം അത് മോൾ ഇരുത്തി പഠിക്കണം. ഈ പാട്ട് മോളുടെ ഒരു മാസ്റ്റർ പീസ് ആക്കി എടുക്കണം. അപ്പം അതിനുവേണ്ടി അത്രയും പ്രയത്നിക്കുക. ഓക്കെ, ഗോഡ് ബ്ലെസ് യു മോൾ. ഇതിലൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല, നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു എന്ന് മാത്രം പറയാം. ഓക്കെ, താങ്ക് യു ചേച്ചി. ശരത് സർ. ഹന, മോളെ ഉഗ്രം പാട്ടാണ്, ഒരു അസാധ്യ കോമ്പസിഷനാണ് രവീന്ദ്രനാഥ്. അത് പറയാതിരിക്കാൻ വയ്യ. ഈ പറയുന്ന നമ്മുടെ ചിത്ര ചേച്ചി വരെ ഇത് പാടണമെങ്കിൽ ഒന്ന് ആലോചിക്കും. ചേച്ചിക്ക് വരെ ടെൻഷനാവും. അത് പാടിയേക്കുന്ന ഒറിജിനലാണ്. അത് ആ ഒരു തീപ്പൊരി പാട്ടുകാരിക്ക് വരെ പേടിയാണ് ഈ പാട്ട് പാടാൻ. അപ്പം മോള് കുറേയും കൂടെ വർക്ക് ചെയ്യണ്ടേ ഇതിന്റെ കാര്യം? ഓരോ സംഗതിക്കും ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സ്വഭാവമുണ്ട്. അത് മോളൊന്നും എനിക്ക് കറക്റ്റായിട്ട് പഠിച്ചിട്ടില്ലെന്നാ എനിക്ക് തോന്നി, ഫീൽ ചെയ്ത്. അതുകൊണ്ട് മക്കൾ പലതും കൊണ്ട് അവിടെ വിടുന്നു, കംപ്ലീറ്റ് ചെയ്യുന്നില്ല. ഇത്രയൊക്കെ മതി, രവീന്ദ്ര മാസ്റ്റർ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് നമുക്കെന്ത് എന്ന് പറഞ്ഞിട്ട് പാടുന്നു. അതൊക്കെ ശരിയാക്കണ്ടേ മോളത്? കുറച്ചും കൂടെ ഇത് ഏതാ കുറേ വർക്ക് ചെയ്യണം മോളെ. അതുകൊണ്ട് നമ്മൾ കുറേയും കൂടെ വർക്ക് ചെയ്ത് ഇത് പാടണം. എന്നെങ്കിലും ഒരു അവസരത്തിൽ ഈ പാട്ട് അസാധ്യമായിട്ട് ഇവിടെ വന്ന് പാടണം കേട്ടോ മോളത്. കാര്യം ഇത് കുറേ ഏതാണ്ട് ഒരു 60% ശരിയാക്കാനുണ്ട് മോള് പാടി കേട്ടോ. അതുകൊണ്ടാണൊന്നും പറയാത്തത്. അത് മോള് കുറേയും കൂടെ പഠിക്കണം. ആലാപ് തൊട്ടുണ്ട് മോളെ കുഴപ്പങ്ങൾ. പഠിക്കണം, അതിലേക്ക് ഇറങ്ങി പിന്നെ അസാധ്യമായിട്ട് നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന വിധത്തിൽ മോളിത് പാടണം. ചുമ്മാങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു ഫംഗ്ഷന് ഈ പാട്ട് പാടണം. അങ്ങനെ പാടി തകർക്കുന്നത് നമുക്ക് കേൾക്കണം കേട്ടോ. അപ്പോൾ അത് അത്രയും വർക്ക് ചെയ്യണം മോളെ. നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ കിട്ടത്തില്ല, നമ്മൾ കഠിനാധ്വാനം ചെയ്യണം. അപ്പം ഹന നല്ല പാട്ടുകാരിയാണ്, ഒരു നല്ല സോളാണ് ഹന, അതിലൊരു ഡൗട്ടും ഇല്ല. അപ്പം ഈ പാട്ടിനെ സംബന്ധിച്ച് പഠിച്ചത് അത്രയ്ക്ക് ശരിയായില്ലെന്നുള്ള ഒരു പക്ഷക്കാരനാണ് ഞാൻ. അത് കുഴപ്പമില്ല, പൊക്കോട്ടെ കേട്ടോ. അത് നമ്മൾ ശരിയായിക്കൊള്ളണം. വാക്കാണേ, പിന്നെ മാറ്റി പറയരുത്. സത്യമാണല്ലോ. സത്യം. എന്റെ തലയെ തൊട്ട് സത്യോട്. സാറിന്റെ തലയാണ് സത്യം. മതി മോളെ, മതി. അല്ല, എന്റെ തലയണേന്നാ പറഞ്ഞത്. അണ്ണന്റെ തലയാണ് അല്ല, എന്റെ നിനക്ക് ഒരു സ്നേഹവും എൻ്റെ അടുത്ത്. അല്ല, മോൾ ഇതും കൂടെ പറഞ്ഞു, അടുത്ത തവണ ഈ പാട്ട് പാടുമ്പോ എന്തെങ്കിലും തെറ്റു എന്നാൽ തല പൊട്ടിത്തെറിച്ചോട്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറയോ നീ? ഒരിക്കലും നീ പാടിയേ വേണ്ട ഈ പാട്ട്. ഇനി ഈ പാട്ട് പാടിപ്പോരുത്. കാര്യം എനിക്ക് ജീവിക്കണം. 5-6 പടം ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തമാശ പറഞ്ഞാ മോളെ കേട്ടോ. എന്തൊക്കെയാലും ചക്കരയാണ് നീ ഞങ്ങളുടെ, അതിലൊരു ഡൗട്ടും ഇല്ല. ഇത് പാടി അത്രയ്ക്ക് എനിക്ക് തൃപ്തിയായി. ഓൾ ദി ബെസ്റ്റ്. മോൾ ഇത് തന്നെ പാടുന്നു. ഹനക്കുട്ടി. ഇവരൊക്കെ പറഞ്ഞതെന്ന് എനിക്കും പറയാനുള്ളത് വേറൊന്നുമല്ല. ഇത് ഒരുപാട് സംഗതികളുണ്ട്. 1, 2 അല്ല, 3, 4, 5 അല്ല. ഇതിനകത്ത് കണ്ടമാനം അണ്ണാച്ചിയുണ്ട്. ഒരുപാട് സംഗതിയുണ്ട്. ആ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ക്രിസ്പി ആയിട്ടുള്ള സംഗതികളാണ്. അത് പാടാൻ മോളെ വലിയ പ്രയാസമാണ്. ഈ പാടിയ ആൾ തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിലും ഇപ്പം ഞാൻ പല പാട്ടുകൾ ഇതുപോലത്തെ കുറേ വെച്ച് കീറിയിട്ടുണ്ട്. പക്ഷേ പലരും വന്ന് പറയും ആ പാട്ടൊന്ന് പാടിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറയും ഇത്തിരി വയ്യ എന്നൊക്കെ പറയും. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പാടിയാൽ എത്തില്ല അത്. കാരണം അത്രത്തോളം സംഗതികളുണ്ട് അതിനകത്ത്. അപ്പം മോള് സെലക്ട് ചെയ്യുമ്പോൾ മോൾ അത് നോക്കി അങ്ങ് സെലക്ട് ചെയ്യണം. മോള് നന്നായിട്ട് പഠിച്ചു, മോൾ അറ്റംപ്റ്റ് ചെയ്തു, അതൊക്കെ ഓക്കെ. പക്ഷേ പലയിടത്തും ഇത് ഈ സംഗതികൾക്ക് കൃത്യമായിട്ടുള്ള പെർഫെക്ഷൻ വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾക്കിത് കേട്ടോണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ സ്റ്റേജിൽ കയറുമ്പോഴും മോള് പേടിച്ചാ കയറി. കാരണം അത് വരുമോ ഇത് വരുമോ, പ്രയാസമാണ് മോളെ ഈ പാട്ട്. കട്ടമാന സംഘം, ഒന്നും രണ്ടും ഒന്നുമല്ല, വാരി ഇറക്കിയിരിക്കുക ടണ്ട് കണക്കിന്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ടൈം എടുക്കുമ്പോഴത്തേക്ക് നല്ല പാട്ടുകൾ നോക്കി സെലക്ട് ചെയ്ത് വരിക കേട്ടോ. അതുകൊണ്ട് ദുഃഖിക്കുകയൊന്നും വേണ്ട, പാട്ട് ഏകദേശം നന്നായിട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ഈ സംഗതി അതാണ് വീണ്ടും എനിക്ക് അണ്ണാച്ചി ഓർമ്മ വരുന്നു. അല്ലേ അണ്ണാച്ചി? അതെ അണ്ണാച്ചി, അതെ. ഇത്ര തന്നെ, അല്ല ഇത് കൂടുതലൊന്നും പറയാനില്ല. ഓക്കെ ഓക്കെ, മാർക്സ് ചോദിക്കാം. ചോദിച്ചു. ശരത് സർ. തീർന്നു. മഞ്ജരി ചേച്ചി. ഹനുമോളെ ഈ പെർഫോമൻസിന് 8.1. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. എം ജി സർ 8.2. താങ്ക് യു സർ. ഇങ്ങനെ കാണിച്ച അടുത്ത പാട്ടിന് വിക്ടറി. ഓക്കെ, സോ ടോട്ടൽ 16.3. ഓക്കെ, താങ്ക് യു. നമുക്ക് ഒരു റൗണ്ട് കൂടെ ഉണ്ട്, തകർക്കൂലേ? നന്നായി പ്രാക്ടീസ് ചെയ്ത് വരണം കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.